ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ മാർക്കറ്റിൻ്റെ വീഡിയോ എടുത്തപ്പം ഫുൾ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിട്ടാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇത് സാറ്റർഡേ ഞങ്ങൾ മീൻ മേടിക്കാൻ വന്നതാണ്. ഈ യെല്ലോ കളറിൽ കാണുന്നുണ്ടോ, അവിടെയാണ് മീൻ കിട്ടുക. അപ്പോൾ മീൻ മേടിക്കാൻ വന്നപ്പം ഈ ഗ്രൗണ്ടിലാണ് സൺഡേയിൽ മാർക്കറ്റ് വരുന്നത്. അപ്പം സാറ്റർഡേയിൽ ഫുൾ വിജനമായിട്ട് കിടക്കുകയാണ്. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. കടക്കാരൊക്കെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഷെഡ് അടിക്കാനും ഇതിനുമൊക്കെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ സൺഡേ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതാണ് സൺഡേയിലെ മാറ്റം. ആ വിജനമായിട്ട് വരുന്ന ഗ്രൗണ്ടിൽ നിന്ന് കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ കടക്കാരാവും. നിന്ന് തിരിയാൻ സ്ഥലമില്ല. വീഡിയോ എടുക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ കുറച്ച് നേരത്തെയാണ് വന്നത്. ഒരു 5:30 ആയപ്പോഴത്തേക്ക് വന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും എങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയത്. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനുള്ള പറ്റിയില്ല. കാരണം അത്രയ്ക്ക് റഷായിപ്പോയി. ഒരു 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. അപ്പം ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളാണ്. അവർ മിക്കവരും കൃഷിക്കാരുമാണ്. അപ്പം അവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ ഇതുപോലെ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം ഈ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഫ്രഷ് പച്ചക്കറി അധികം വിലയൊന്നുമില്ലാതെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുമെന്നതാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. സൺഡേ മാത്രമേ കാണുകയുള്ളെങ്കിലും പച്ചക്കറി മുതൽ തുണിയായാലും ചെരുപ്പായാലും പലചരക്ക് സാധനമായാലും എന്ത് ഒരു വീട്ടിലേക്ക് വേണോ അതെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങാം. ഈ ആഴ്ച എനിക്ക് അധികം സാധനമൊന്നും വേണ്ടായിരുന്നു. ഞാൻ ആകെ വാങ്ങിയത് 10 രൂപയുടെ വെണ്ടയ്ക്കായും 10 രൂപയ്ക്ക് മല്ലിയിലയും കറിവേപ്പിലയും അതുപോലെ തന്നെ 10 രൂപയുടെ 2 ബീട്രൂട്ടും വളരെ കുറച്ച് സാധനം 10 രൂപയുടെ കോവയ്ക്കായൊക്കെ ആകെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഇവിടെ 10 രൂപയ്ക്ക് എല്ലാ സാധനവും കിട്ടും. ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. എങ്കിൽ തന്നെയും നാട്ടിൽ ചെന്ന് ഒരു 100 രൂപയുടെ കിറ്റ് അങ്ങനെയല്ലേ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നത്. ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കിറ്റാണ് വാങ്ങുന്നത് കേട്ടോ. കടയിൽ പോയിട്ട് ചേട്ടാ ഒരു 100 രൂപയുടെ കിറ്റ് താ, അല്ലെങ്കിൽ ഒരു 150 രൂപയുടെ കിറ്റ് താ, 200 രൂപയുടെ കിറ്റ് താ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറിയിലെയും ഇച്ചിരി വീതം ആ കിറ്റിനകത്തുണ്ടായിരിക്കും. വീട്ടിൽ ചെന്ന് നമുക്ക് സോർട്ട് ചെയ്ത് ഒരു സാമ്പാറിനെടുക്കാം, ഒരു അവിയലിനെടുക്കാം, 1-2 തോരൻ വെക്കാം. അങ്ങനെ എല്ലാ കറിക്കും ആ കിറ്റിനകത്ത് സാധനം ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോന്നും മേടിക്കണം. ഇന്ന കറിക്ക് ഇന്നത് വാങ്ങണം. അങ്ങനെ എല്ലാം ഇങ്ങനെ വാങ്ങാൻ എനിക്ക് അത്രയ്ക്ക് എക്സ്പേർട്ടല്ല കേട്ടോ. നാട്ടിൽ നിന്ന് ആ കിറ്റ് വാങ്ങി ശീലിച്ചുകൊണ്ട് ഇവിടെ വന്ന് പച്ചക്കറി വാങ്ങുന്നത് എനിക്ക് കുറച്ച് പാടാണ്. ഇവിടെയൊക്കെ ചെടിച്ചട്ടിയും ചൂലും എല്ലാം കിട്ടും. നല്ല ഈർക്കിൽ ചൂല് കിട്ടും ഇവിടെ. ഈ അമ്മമാർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഈർക്കിൽ ചൂല് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. നല്ല നാടൻ കോഴിമുട്ട കിട്ടും. പിന്നെ വീട്ടിലേക്ക് വേണ്ടി അൽക്കുലത്തെ സാധനങ്ങളില്ലേ, ഈ ലൈറ്റർ, പുറം ചൊറിയുന്ന സാധനം, അങ്ങനത്തെ കുഞ്ഞു ഐറ്റങ്ങൾ വരെ ഇവിടെ കിട്ടും. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ പയറും കടലയൊക്കെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണേ, കുതിർത്ത് വെച്ചേക്കും. ഇതൊരോരുത്തർ 100 ഗ്രാം 200 ഗ്രാം എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചിട്ട് പോവും. ഇതിവിടുത്തെ ഏറ്റവും ഫ്രഷുള്ളൊരു കടയാണ്. അതുപോലെ തന്നെ ഇവിടെ ലൈവ് ജിലേബി കിട്ടും. ഞാനിവിടെ വന്ന സമയത്ത് സ്ഥിരം അവിടുത്തെ ജിലേബി ഫാനായിരുന്നു. പിന്നെ ഇത്രയും മധുരം കഴിക്കലോ എന്ന് ഓർത്ത് വേണ്ടാന്ന് വെച്ചതാണ്. ഇത് ഞങ്ങളുടെ പലചരക്ക് കടയാണ്. ഇവിടെയും ജിലേബി കിട്ടും കേട്ടോ. ജിലേബി കിട്ടുന്ന 2-3 സ്ഥലമുണ്ട്. 3 അല്ല 3-4 സ്ഥലമുണ്ട്. ലൈവ് ജിലേബി അവിടെ അപ്പം തന്നെ ഉണ്ടാക്കി തരും. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ജിലേബി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു ഫാനാണ് കേട്ടോ. പിന്നെ നമുക്കറിയാത്ത ഒത്തിരി ഈ ഇല എന്താണെന്നറിയാമോ? ഈ കടലയില്ലേ, കടല ഉണ്ടാകുന്ന ചെടിയാണ്. ആ ചെടിയേയും ഇവർ മേടിച്ചിട്ട് പോകും. അതുകൊണ്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഞാനിതുവരെ മേടിച്ചിട്ടില്ല. നമുക്കറിയാത്ത പല തരത്തിലുള്ള എന്തുണ്ടെന്നറിയാമോ, ഇലകളുണ്ട് ഇവിടെ. ഞാനാകെ കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ ചിലപ്പോഴെങ്ങാനും പാലക്കിൻ്റെ ഇലയും കൂടെ മേടിച്ചാലായി. എനിക്ക് പല ഇലകളുടെയും പേര് പോലും അറിയത്തില്ല. അത്രയ്ക്ക് ഇലകളുടെ വെറൈറ്റി ഉണ്ട് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ റോബസ്റ്റയുടെ ടൈപ്പ് മഞ്ഞ കളറുള്ള പഴമാണ്. ഇവിടെ ഈ ഒരു മോഡൽ പഴം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ അനാറില്ലേ, അതായത് മാതള നാരങ്ങ, നല്ല രുചിയുള്ള മാതള നാരങ്ങ ഇവിടെ കിട്ടുന്നത്. നാട്ടിൽ ഒരു രുചിയില്ലാത്ത മാതള നാരങ്ങ കിട്ടുമെന്ന് വേണം പറയാൻ. പ്രഗ്നൻസിയോടുകൂടി ഞാൻ വെറുത്തുപോയൊരു ഫ്രൂട്ടായിരുന്നു ഈ മാതള നാരങ്ങ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് കഴിക്കാൻ തുടങ്ങി. കാരണം നാസിക്കിലുണ്ടാവുന്ന 2 ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അനാറും മുന്തിരിങ്ങയാണ്. അപ്പം ഈ 2 കാര്യത്തിൻ്റെ പേരിലാണ് നാസിക് സിറ്റി
കൂടുതലും ഫേമസ് ആയേക്കുന്നത്. മുന്തിരി നഗരം എന്നല്ലേ നാസിക്കിനെ പറയുന്നത്. ഇത് മഹാരാഷ്ട്രയിലെ നാസിക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ 2 സാധനങ്ങൾ നല്ല ടേസ്റ്റിൽ കിട്ടും. ഇവിടെ കുപ്പികളൊക്കെ നല്ല കളക്ഷനാണ്. ഇവിടെ ഉള്ള സ്ത്രീകളൊക്കെ ധാരാളം കുപ്പിവെള്ളം ഉപയോഗിക്കുന്നവരാണ്. സ്വർണ്ണം അങ്ങനെ അധികം ആരും ഉപയോഗിക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുപ്പിവളകളുടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. അത് വാങ്ങാനും ഒത്തിരി പേരുണ്ട്, വിൽക്കാനുമായിട്ട് ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ പച്ചക്കറിക്ക് കുറച്ച് വില നിൽക്കുന്ന ടൈമാണ്. ജലത്തിന് ലഭ്യത കുറവല്ലേ. അതേസമയം ഇവിടെ സീസൺ ടൈമാണെങ്കിൽ നല്ല ലാഭമാണ് ഇവിടുന്ന് പച്ചക്കറി വാങ്ങാൻ. നമുക്ക് ലാഭമെന്ന് പറഞ്ഞാലും കർഷകർക്ക് അതിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുമെന്ന് അത് ഓർക്കേണ്ട കാര്യമാണ് കേട്ടോ. തക്കാളിയൊക്കെ 1 കിറ്റ് തക്കാളിയൊക്കെ നമുക്ക് ഇവിടുന്ന് 5 രൂപ 10 രൂപ 5 രൂപ എന്ന് പറയുമ്പം ഇതെങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് എടുത്തുകൊണ്ട് പോയി തരുമോ എന്ന രീതിയിലാണ് നമുക്ക് തരുന്നത്. മിക്കവരും മാർക്കറ്റിലോട്ട് വിൽക്കാനായിട്ട് കൊണ്ടുവരത്തില്ല, റോഡ് സൈഡിൽ തന്നെ തട്ടിക്കളയും. റോഡിൽ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൃഷി സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ ഓരോ കൂന കാണാം, തക്കാളിയൊക്കെ പറിച്ചിട്ടേക്കുന്ന കൂന, ഈ ചെടിയോടെ പറിച്ചിട്ടേക്കുന്ന കൂനയൊക്കെ കാണാം. കാരണം അവർക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് മാർക്കറ്റിൽ വിൽക്കുന്നത് നഷ്ടമാണ്. അത്രയ്ക്ക് വിലക്കുറവായിരിക്കും മാർക്കറ്റിൽ സാധനം കിട്ടുന്നത്. എല്ലാ വീട്ടുകാരും കൃഷി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് അവരുടെ സാധനം പോലും ഉപയോഗിച്ച് തീരില്ല. പിന്നെ കയറ്റുമതി ഏറ്റവും നല്ല ക്വാളിറ്റി സാധനമെല്ലാം കയറ്റി അയച്ചു പോകും. പണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവർ കൊട്ടയും സഞ്ചിയൊക്കെ ആയിട്ട് സാധനം വാങ്ങാൻ പോകുന്ന കഥകൾ. പക്ഷേങ്കിൽ ഞാനിവിടെ വന്നിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ മാർക്കറ്റ് ഇഷ്ടമായോ? താങ്ക് യു ഫോർ വാച്ചിങ്.